നല്ല റോസാ ചെടിയാണ്. ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് മൊട്ട് വന്നിട്ടുണ്ട്. പക്ഷേ മൊട്ടൊക്കെ ഇങ്ങനെ ഒരു മുരടിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. മൊട്ടിനും ഇലകൾക്കൊക്കെ ഒരു മുരടിപ്പ് വന്നിട്ട് പൂക്കൾ മൊട്ട് അവിടെ നിന്ന് തന്നെ നശിച്ചു പോകുന്ന രീതിയാണ് കാണുന്നത്. ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ടുള്ളത് കാണുന്നത്. പിന്നെ ഒരുപാട് കളകളുണ്ട്, കുറച്ച് കളകളുണ്ട് കേട്ടോ. അപ്പോൾ കളകളൊക്കെ ഞാൻ പറിക്കുകയാണ്. അപ്പോൾ മുരടിപ്പ് വന്ന റോസാ ചെടിയെ നമ്മൾ നന്നാക്കി കൊണ്ടുവരുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നാക്കി കൊണ്ടുവരാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മുരടിപ്പുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മളൊന്ന് കത്രിക കൊണ്ട് നല്ല രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വിരിയാനുള്ള മുട്ടുകളാണ് കേട്ടോ. എല്ലാം ഒറ്റൊന്നും വിരിഞ്ഞിട്ടില്ല, വിരിയാനുള്ള മുട്ടുകളാണ്. പക്ഷേ നമ്മളത് വിരിയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ചെടിക്ക് താഴോട്ട് ആ രോഗം വന്നിട്ട്, മുരടിപ്പ് രോഗം വന്നിട്ട് നമ്മുടെ ചെടികൾ നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാ മുട്ടുകളും എല്ലാ തളർപ്പുകളും മുരടിപ്പ് ആയിട്ടുള്ള എല്ലാ ഇലകളും ഞാൻ തണ്ടും ഒക്കെ തന്നെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗവും ഞാൻ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്തിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാഫ് എന്ന ഫംഗിസൈഡ് ഇല്ലേ, നമ്മൾ എല്ലാ ചെടികൾക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സാഫ് എന്ന ഫംഗിസൈഡ് എടുത്തിട്ട് നമുക്ക് ഇതിലൊന്ന് നന്നായിട്ടൊന്ന് തളിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സാഫ് ഫംഗിസൈഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ കുറച്ച് ചാണകപ്പൊടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് വേണ്ടിയത്. നമ്മളിങ്ങനെയുള്ള ചെടികൾക്ക് നമ്മൾ മുരടിപ്പ് വന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ വെട്ടി മാറ്റുക. അതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് സാഫ് എടുത്ത് വെക്കുക, കുറച്ച് വെള്ളം എടുത്ത് വെക്കുക, കുറച്ച് ചാണകപ്പൊടിയും കൂടി നമ്മൾ എടുത്ത് വെക്കണം കേട്ടോ. കാരണം ഇത് മുരടിപ്പ് പോകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തത് ഒരു സോഫ്റ്റ് പ്രൂണിങ് ആണ്. അപ്പോൾ അങ്ങനെ ഏത് ചെടി നമ്മൾ പ്രൂണിങ് ചെയ്താൽ, അപ്പോൾ ഹാർഡ് പ്രൂണിങ് ആയാലും സോഫ്റ്റ് പ്രൂണിങ് ആണെങ്കിലും നമ്മൾ ആ ചെയ്ത് കൊടുത്ത സമയത്ത് നമ്മൾ കുറച്ച് വളം ആഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇലകളൊക്കെ നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇലകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നിന്ന് അപ്പോൾ ഞാൻ എന്താ കട്ട് ചെയ്ത് കൊടുത്തു. ഇത്രത്തോളം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മുരടിപ്പുള്ള എല്ലാ ഭാഗങ്ങളും ഞാൻ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ വെള്ളത്തിലേക്ക് ഞാൻ സാഫ് എന്ന ഫംഗിസൈഡ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അത് നന്നായിട്ട് നമുക്ക് ഡയലൂട്ട് ചെയ്യാം കേട്ടോ. കുറച്ചിട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് ഇത് മുരടിപ്പുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഞാൻ സാഫ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചെടുക്കട്ടെ. നമ്മൾ ആ ചെടിയുടെ മുകളിലൂടെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ കട്ട് ചെയ്ത ഇലകളിലും പിന്നെ ഇനിയുള്ള ഇലകളിലും തണ്ടിലൊക്കെ തന്നെ സാഫ് അപ്ലൈ ആവണം കേട്ടോ. നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല രീതിയിൽ നമ്മൾ സാഫ് എന്ന ഫംഗിസൈഡ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതാണ് ഫംഗിസൈഡ് ഉപയോഗിക്കുന്ന ആ ഫംഗിസൈഡ് നമുക്ക് ആ ചെടിയുടെ ഇലയിലും തണ്ടിലൊക്കെ തന്നെ നമ്മൾ നന്നായിട്ട് ഈ നിലത്തും, അതായത് നമ്മുടെ പോട്ടി മിക്സിലും തട്ടുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഏതെങ്കിലും ഒരു ഇതുകൊണ്ട് നമ്മൾ മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചാണകപ്പൊടി